ഇതുപോലെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഹോസ് വഴി വരുന്ന വെള്ളം നീറ്റാണെന്ന് എന്താണ് ഇതിൻ്റെ ഉറപ്പ്? നോസിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. റിസർവ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കരടില്ലാതെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ സാധിക്കും. അടുത്തതായി എങ്ങനെ കറക്റ്റായിട്ട് വൈപ്പർ വാഷ് റിസർവ് ടാങ്കിൽ ഷാംപൂ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് കംപ്ലൈൻറ്റ്. വൈപ്പർ വാഷ് റിസർവർ ടാങ്കിൻ്റെ അകത്ത് വെള്ളമുണ്ട്, പക്ഷേ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളം വരുന്നില്ല. ഇതുപോലെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വൈപ്പർ വാഷ് റിസർവർ ടാങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി ഡയറക്റ്റ് ആയിട്ട് ടാപ്പിൽ നിന്ന് ഇതുപോലെ ഹോസ് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റിസർവർ ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹോസ് വഴി വരുന്ന വെള്ളം നീറ്റാണെന്ന് എന്താണ് ഇതിൻ്റെ ഉറപ്പ്? ഈ വെള്ളത്തിനകത്ത് ചെറിയ ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ റിസർവർ ടാങ്കിന്റെ അടിഭാഗത്ത് ഡെപ്പോസിറ്റ് ആയി കിടക്കും. ശേഷം ഈ റിസർവർ ടാങ്കിലെ വെള്ളം നമ്മൾ മുഴുവനായും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു അടിയിൽ കിടക്കുന്ന കരടും കൂടെ ആ ഒരു ഹോസ് വഴി കയറി ഈ ഒരു നോസിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. മോട്ടോർ വഴി ഹോസ് വഴി വരുന്ന വെള്ളം ചില്ലിലേക്ക് സ്പ്രെയർ പോലെ പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ നോസിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ സ്പ്രെയർ പോലെ നമ്മുടെ ചില്ലിലേക്ക് വെള്ളം വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലേക്ക് ഒഴിക്കുന്ന വെള്ളം നീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ കരടുകളൊക്കെ ഈ ഒരു ടാങ്കിൽ അടിഞ്ഞുകൂടി ഈ ഒരു ഹോസ് വഴി വന്ന് ഈ ഒരു നോസിൽ അടയാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ അത് 100% തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അരിപ്പയിൽ ഈ വെള്ളത്തിലെ കരടെല്ലാം കൂടെ ഡെപ്പോസിറ്റ് ആയി കിടന്നോളും. ഈ ഒരു ടാങ്കിനുള്ളിലേക്ക് കരടൊന്നും പോകത്തില്ല. അങ്ങനെ ഈ ഒരു ടാങ്ക് കരടില്ലാത്ത രീതിയിലാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നോസിൽ ഒരിക്കലും ബ്ലോക്ക് ആവത്തില്ല. രണ്ടാമതായി ഇതുപോലൊരു നീറ്റ് ബക്കറ്റ് എടുത്ത് അതിലേക്ക് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ 2 മിനിറ്റ് അനക്കാതെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു കപ്പ് ഉപയോഗിച്ച് ആ ഒരു റിസർവ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കരടില്ലാതെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളത്തിൽ കരടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കരടെല്ലാം കൂടെ ഈ ബക്കറ്റിനടിയിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ആ ഒരു മുകളിൽ നിന്ന് കപ്പിൽ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ കരടില്ലാത്ത രീതിയിൽ ഈ ഒരു റിസർവ് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ സാധിക്കും. അടുത്തതായി എങ്ങനെ കറക്റ്റായിട്ട് വൈപ്പർ വാഷ് റിസർവ് ടാങ്കിൽ ഷാംപൂ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഈ വിഷ്വലിൽ കാണുന്നത് പോലെ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. ഇതിൽ 2 കാറ്റഗറി ഉണ്ട്. ഷാംപൂ ആയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്, മിക്സ് ചെയ്യാതെ വെറും പച്ചവെള്ളമാക്കി ഉപയോഗിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ വെറും പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിലെ ചെറിയ ചെറിയ പാടുകളൊന്നും അലിഞ്ഞു പോകത്തില്ല. പക്ഷേ ഷാംപൂ മിക്സ് ചെയ്ത വെള്ളമാണെങ്കിൽ കറയെ അലിയിച്ച് കളയുന്നു. അങ്ങനെ ഒരു പരസ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഷാംപൂ എങ്ങനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ചിലരൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണ്. വെള്ളം മുഴുവനായി തീർന്നതിന് ശേഷം ഷാംപൂ ആദ്യം ഒഴിക്കുന്നു, അതിനുശേഷം വെള്ളം ഒഴിച്ച് ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. റിസർവർ ടാങ്കിൽ വെള്ളം നിറയുന്നതിന് പകരം ഇതുപോലെ പതഞ്ഞ വെള്ളം വരുന്നു. എന്നാൽ ഇതിന് പകരം ആദ്യമേ വെള്ളം ഒഴിച്ചിട്ട് ടാങ്ക് നിറഞ്ഞു കഴിയുമ്പം ഇതുപോലെ ആ മോട്ടോർ പ്രവർത്തിച്ച് കുറച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം ഷാംപൂ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിടന്നോളും, നമുക്കും ഉപകാരപ്രദമാണ്. ഷാംപൂ മിക്സ് ചെയ്ത് വെള്ളം വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നോർമലായിട്ടുള്ള പച്ചവെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറയൊന്നും പോകത്തില്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.